പുഷ്ടി പൊഴിഞ്ഞു വീഴുന്ന പാതകളിലൂടെ ദൈവം നിങ്ങളെ നടത്താൻ പോകുകയാണ്. ദൈവാനുഗ്രഹങ്ങളുടെ പുഷ്ടിയാൽ നിങ്ങളുടെ ജീവിത വഴികളെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നല്ല സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്ത് കൊണ്ടുവരികയാണ്. എവിടെയൊക്കെയോ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയിടത്ത്, ഒത്തിരി ജീവിതത്തിന് തൃപ്തി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടും ശൂന്യതകളെ മാത്രം കണ്ടയിടത്ത്, ആ അനുഭവങ്ങൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിത പാത ദൈവത്തിൻ്റെ പുഷ്ടി പൊഴിഞ്ഞു വീഴുന്ന അനുഗ്രഹത്തിൻ്റെ വഴിത്താരയായി മാറാൻ പോകുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് ആനന്ദത്തോടും ഏറെ സന്തോഷത്തോടും അതിലുപരി നന്ദിയാൽ നിറയുന്ന ദൈവസന്നിധിയിൽ ഒരു ഹൃദയത്തോടും കൂടെ നിങ്ങളെയെല്ലാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 65:11 2 ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ കർത്താവിനാൽ നിയോഗിതനായിരിക്കുന്നത്. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ഒരു 2 ദിവസത്തിന് പുറകിൽ വളരെ ക്ലേശങ്ങളിലൂടെയും സങ്കടത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സഹോദരനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ വേദനകൾ, ആകുലതകൾ വളരെ വലുതാണ്. ആ മനുഷ്യന് വേണ്ടി സന്തോഷത്തോടെ അല്പസമയം അവിടെ ചെലവഴിച്ചിട്ട് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിറങ്ങാൻ നേരം അതിതീവ്രമായ പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനോടൊരു ദൂത് പറഞ്ഞു. ആ ദൂത് ഇങ്ങനെയായിരുന്നു: അദ്ദേഹം നടന്നു പോകുന്ന വഴികൾ വളരെ മുള്ളുകൾ നിറഞ്ഞതാണ്. കാലുകൾ വേദനയോടുകൂടെ മുറിവേൽക്കുന്ന ഒരു വല്ലാത്ത ഇടത്തിലൂടെയാണ് ആ മനുഷ്യൻ പോകുന്നത്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് പാതകൾ വെക്കുന്നതൊക്കെയും പൂക്കൾ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന മനോഹരമായ ഒരു ജീവിത വഴിത്താരയിലേക്ക് കർത്താവ് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്ന ഒരു ദൈവിക വെളിപ്പാട് ഞാൻ കണ്ടു. ആ സമയം ആ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രഖ്യാപനം ചെയ്തു: നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുമെന്ന്. ആ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കണ്ട കാഴ്ചയെയും ഞാൻ ഉരുവിട്ട വചനത്താൽ അതിനെ അങ്ങ് ഉറപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. നിങ്ങളുടെ ജീവിതം സങ്കടപൂർണമായി നടന്ന ആ ഇന്നലകളിൽ നിന്നും ഇനി ഒരിക്കലും കിട്ടത്തില്ലെന്ന് നിങ്ങൾ കരുതുന്ന ചില നന്മകളെ തിരികെ പിടിച്ചും മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ തുറന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെ ആ ഒരു ഒഴുക്കിൻ്റെ മനോഹര കാഴ്ച കണ്ടും നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ദൈവം ഒരുക്കിയ സന്തോഷ വാർത്തകൾ കേട്ടും കൊണ്ട് നിങ്ങൾ ആനന്ദത്തിൻ്റെ ഒരു ഹൃദയവുമായി മുൻപോട്ട് നടക്കാൻ പോകുകയാണ്. ഇനി നീ നടക്കുന്നത് വരൾച്ചയിലൂടെ ആയിരിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആധികാരികമായി ദൂത് നൽകുന്നു. ഇതിന് ആമേൻ പറഞ്ഞ് ഇത് മുറുകെ പിടിച്ചോട്ടോ. ഇനി ഞാൻ നടക്കാൻ പോകുന്നത് വരൾച്ചയിലായിരിക്കത്തില്ല. ഇനി എൻ്റെ ചുവടുകൾ കണ്ണുനീരോടുകൂടെ ആയിരിക്കത്തില്ല. സ്വന്തം മകൻ്റെ വിലാപയാത്ര നടക്കുന്ന വഴിത്താരയിൽ അവന് മൃതശരീരം വഹിച്ചുകൊണ്ടു പോകുന്നവരോടൊപ്പം കരഞ്ഞു നടക്കുന്ന ഒരമ്മയുടെ ഒറ്റപ്പെടൽ കണ്ടുകൊണ്ട് ആ വിലാപയാത്രയെയും ശവമഞ്ചത്തെയും തടഞ്ഞു നിർത്തിയിട്ട് ഒരുവൻ പറഞ്ഞു: കരയേണ്ട എന്ന് പറഞ്ഞ് ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു വിടുകയായിരുന്നില്ല. പകരം അവൾ എന്തിനെയോർത്ത് കരഞ്ഞോ, ഇനി എന്ത് തിരികെ കിട്ടില്ലെന്നോർത്ത് അവൾ വേദനിച്ചോ, ആ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു നൽകിക്കൊണ്ട് ആ വഴിയാത്രയിലെ വിലാപയാത്രയെ തടഞ്ഞ് അതിനെ ഉത്സവയാത്രയാക്കി തീർത്ത എൻ്റെ യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഇടപെടുകയാണ്. നിന്റെ പാതയിലൊക്കെയും മരണദുഃഖം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ജീവിതപാതയിൽ നാളിതുവരെ ആർക്കും നൽകാൻ കഴിയാത്ത ഒരു സന്തോഷത്തിൻ്റെ വെയ്ത്തിറക്കം ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദർശിക്കുന്നു. ആനന്ദം അലതല്ലുന്ന ഒരു ആനന്ദഹർഷമായ പുതിയ ജീവിതത്തിൻ്റെ ആഹ്ലാദ നിമിഷങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുന്നു. ഒന്ന് ഞാൻ പറയാം: മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഏറെ നൊമ്പരങ്ങളുടെയും ഹൃദയം പൊട്ടി കരയുന്ന നൂറുകണക്കിന് നൊമ്പര സങ്കീർണമായ ജീവിതാവസ്ഥകളുടെ കടന്നു പോകുന്നവർക്കെല്ലാം ഇത് വേറെ ഒരു ജീവിത വഴിത്താരയിലേക്ക് യേശു നിങ്ങളെ കയറ്റുന്ന പകലാണ്.
നിങ്ങൾ കരഞ്ഞു നടന്നത് മതിയെന്ന്, ഇനിയുള്ള നിങ്ങളുടെ ചുവടുകൾ ഉത്സവ യാത്രകളാകട്ടെന്ന്, വിലാപയാത്രകൾ, ഘോഷയാത്രകളാകട്ടെ എന്ന് ഇന്ന് നസ്രയനായ യേശു പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട്. അതെ, എൻ്റെ ജീവിതത്തെ നോക്കി യേശു പ്രഖ്യാപിക്കുന്നു, ഓ, നിന്റെ വിലാപയാത്രകൾ ഇന്നു മുതൽ ഘോഷയാത്രകളായി മാറട്ടെ. അതെ മോനെ, നീ ഇനി വെക്കാൻ പോകുന്ന ചുവടുകൾ പുഷ്ടിയുള്ള ഇടത്താണ്. കാലമത്രയും നീ നിന്റെ കാൽ ഉറപ്പിച്ചു നിന്നത് അടിമത്വത്തിലാണെങ്കിൽ, ഇനി ഞാൻ ആ അടിമത്വത്തിന്റെ മണ്ണിൽ നിന്നും നിന്റെ പാദത്തെ ഞാൻ പുതിയൊരു ഭൂമിയിലേക്ക് വെക്കാൻ തക്കവണ്ണം വിശാലത തരികയാണ്. ഞെരുക്കത്തിൽ നിന്ന് നിന്റെ കാൽ ചുവടുകൾ വിശാലതയിലേക്ക് വെക്കാൻ തക്കവണ്ണം ദൈവം നിന്റെ കാൽ പതിക്കുവാൻ പുതിയൊരു ദേശം നിനക്ക് അളന്ന് തിട്ടപ്പെടുത്തി തരികയാണ്. പുതിയൊരു സ്വസ്ഥത നിനക്ക് നൽകുകയാണ്. പുതിയൊരു ഇടം ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് നൽകുകയാണ്. നിന്റെ യാത്രയുടെ സ്റ്റൈല് മാറും കേട്ടോ. നിന്നെ അറിയാവുന്നവരൊക്കെയും നിന്നിൽ വന്ന മാറ്റം കണ്ട് ആശ്ചര്യപ്പെടും കേട്ടോ. കാരണം അവർക്കറിയാം ഇങ്ങനൊരു മാറ്റത്തിനുള്ള സാധ്യത നിന്റെ ലൈഫിൽ തെല്ലുമേയില്ലായിരുന്നു. പക്ഷേ മഹത്തരമായ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടന്നതിൻ്റെ പ്രതിഫലനമാണ് നിന്നിൽ ഈ വെളിപ്പെടുന്നതെന്ന് നിന്നെ അറിയാവുന്ന സകലരും കണ്ണുമടച്ച് സാക്ഷിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആ അനുഗ്രഹം ഇന്ന് നിന്റെ ജീവിതപാതയിൽ പെയ്യുകയാണ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇന്ന് പകൽ ദൈവപ്രവൃത്തിയെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലെ, നീ ആത്മാവിൽ ഇതിനെ മുറുകെ പിടിച്ചോ. ഇന്നലെ രാത്രി വരെ നീ നിന്റെ ഭവനത്തിൽ എത്തുന്ന ആ സമയം വരെ നീ കിടന്നുറങ്ങിയതും നീ ഉണർന്നതും നീ സഞ്ചരിച്ചതും ദുരിതങ്ങളുടെ കഷ്ടപ്പാടിന്റെ അതിതീവ്രതമായ ഒരു വല്ലാത്ത ജീവിത വഴികളിലൂടെയാണെങ്കിൽ, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെയാണ് നീ നടന്നതെങ്കിൽ, അവസാനിച്ചിരിക്കുന്നു ആ യാത്ര. പുഷ്ടി പൊഴിയുന്നൊരു പാത, പുഷ്ടി പൊഴിഞ്ഞു വീഴുന്നൊരു പാത. ഓരോ ചുവടിലും ദൈവത്തിന്റെ സമൃദ്ധി പെയ്തിറങ്ങുന്നൊരു പാത. ഒരു പുതിയ ജീവിതം, ഒരു ശക്തമായ ലൈഫ് സ്റ്റൈൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഞാൻ ഇത് പറയുന്ന സമയത്ത് തന്നെ അനേകരുടെ ശരീരങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. ചിലർക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അവബോധമില്ല, പക്ഷെ അവരുടെ ശരീരം രോമാഞ്ചം കൊണ്ടിട്ടുണ്ട്. നിന്നെ കർത്താവ് തൊടുന്നു ഈ സമയത്ത്. പ്രതീക്ഷകൾക്ക് യാതൊരു സാധ്യതയുമില്ലാതെ കണ്ണുനീരും കൈയുമായി മാത്രം ഇരിക്കുന്നതിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ട്രാക്ക് കർത്താവ് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് പുഷ്ടി പൊഴിയുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ പുതിയ ജീവിത വഴികൾ എൻ്റെ കർത്താവ് നിനക്കായി തുറക്കുകയാണ്. അനേകർക്ക് ഇന്ന് പുതിയ 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 സമ്മാനങ്ങൾ ലഭിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ചുമ്മാ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കൈകളിൽ ഒരു സമ്മാനം തരിക, ഞാനത് പ്രാപിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ പുതുമയുടെ ഒരു പുതിയ അനുഗ്രഹം നീ തുറക്കുന്നു എന്നതിൻ്റെ തെളിവായി ഒരു സമ്മാനം എനിക്ക് തരിക. ഈ പ്രാർത്ഥന കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നു, പാസ്റ്ററെ പെട്ടെന്ന് വരണം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഞാനവിടെ ചെല്ലുമ്പം എന്നെ കാണാൻ വന്ന ആ പ്രിയപ്പെട്ടവൻ ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു സമ്മാനം തരാൻ വേണ്ടി വന്നതാ, ഒരു സമ്മാനം തരാൻ വേണ്ടി വന്നതാ, വന്നേ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കൊണ്ടുപോയിട്ട് നല്ലൊരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ അദ്ദേഹം ഒരു മനോഹരമായ ഒരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. ചുരുക്കത്തിൽ എന്താണോ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞത്, അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ കൈകളിൽ യാഥാർത്ഥ്യമായി തീരുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്തിനാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയാമോ? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു ജീവിതാവസ്ഥയുടെ ഇരിപ്പിടവും നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും, ഈ നിമിഷം നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ദൂത് കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടെ നിങ്ങൾക്കൊരിക്കലും തുറക്കപ്പെടാത്ത അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ചില ഉന്നതമായ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഇത് ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പുഷ്ടി പെയ്തിറങ്ങുന്ന മനോഹരമായ പാതകളിലേക്ക് അവർ എൻ്റർ ചെയ്യുന്ന നിമിഷമാണ്. നിങ്ങൾക്കൊരിക്കലും കയറാൻ കഴിയാത്ത പദവികളാലോ അനുഗ്രഹങ്ങളാലോ നിങ്ങൾക്കൊരിക്കലും കരഗതമാക്കാൻ കഴിയാത്തത്ര ഉന്നതമായി നിൽക്കുന്ന ആ മഹത്തരമായതെല്ലാം നിങ്ങൾക്കും കൂടെ അവകാശമാക്കി ദൈവം തരുന്ന ആ സുന്ദര നിമിഷം, നിങ്ങളുടെ പേരും അർഹരായവരുടെ കൂട്ടത്തിൽ ദൈവം എഴുതിയെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന
ആ സന്തോഷ സുദിനം ഇന്നാണ് ദൈവവേദലേ, ഇന്നാണ്. നിനക്ക് വേണ്ടി ദൈവം ഇത് ചെയ്തു എന്ന് നീ അറിയാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി കർത്താവ് അത് പ്രവർത്തിച്ച് കഴിഞ്ഞു എന്നതിൽ നീ ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ പോവാണ്. ഞാൻ കാണുന്നുണ്ട് കേട്ടോ, കുറച്ച് പേരുടെ പേരുകൾ വിളിക്കുമ്പോൾ എൻ്റെ പേര് അതിലുണ്ടാകുമോ, ആ സെലക്ഷൻ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയോടുകൂടെ കാത്തിരിക്കുന്ന നിൻ്റെ പേര് വിളിക്കപ്പെടാൻ പോകുകയാണ്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു നിനക്കായിട്ടൊരു പുതിയ അനുഗ്രഹം. കർത്താവ് നിനക്കായി അത് അനുവദിച്ച് തന്നിരിക്കുന്നു. ഇന്നത്തോടുകൂടെ നിൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകുകയാണ്. ഇന്നത്തോടുകൂടെ നിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. നീ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്ന രീതി തന്നെ മാറുകയാണ്. ഇന്നത്തോടുകൂടെ നിൻ്റെ തലമുറ കഴിക്കാൻ പോകുന്ന ആഹാരത്തിൻ്റെ രുചി വർദ്ധിക്കും. നിൻ്റെ ജീവിത പങ്കാളി സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയും നിന്നോട് അല്പം കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിലയിൽ നിൻ്റെ കുടുംബാന്തരീക്ഷത്തിനകത്ത് തന്നെ ഒരു സന്തോഷം ദൈവം എന്ന് തരാൻ പോകുകയാണ്. നിങ്ങളുടെ കൈകളിൽ പുതുപുത്തൻ നന്മകൾ ഇന്ന് വരും. നിങ്ങൾ യാത്ര ചെയ്യുന്ന നിലവാരങ്ങൾ മാറും. നിങ്ങളുടെ ഉറക്കം ഇന്നു മുതൽ നേരെയാകാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രി വരെ നിങ്ങളെ മാനസികമായി തളർത്തിയ പല പ്രശ്നങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് പിഴുതു മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഇന്നു മുതൽ പുഷ്ടി പെയ്യുന്ന ഒരു വഴിത്താരയിലേക്ക് എൻ്റെ യേശു പുനഃപ്രതിഷ്ഠ ചെയ്യുകയാണ്. മതിയെന്നേ ഇങ്ങനെ അലഞ്ഞു നടന്നത്, ശൂന്യതയുടെ വഴിയിലൂടെ നീ നടന്നത് മതി. ഈ കിതച്ചണച്ച് തളർന്നു വീഴുമേ എന്ന് പറഞ്ഞ് നീ കരഞ്ഞോടിയത് മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിന്നെ നയിക്കാൻ പോകുന്നത് ദൂതന്മാരുടെ ശക്തിയുള്ള ആഹാരം നൽകി ഏത് കുതിരകളെയും തോൽപ്പിക്കാൻ തക്കവണ്ണം ഏലിയാവ് ബലപ്പെട്ടതുപോലെ ഞാൻ നിന്നെ ബലവാനാക്കി മുന്നോട്ട് നയിക്കാൻ പോവുകയാണെന്ന് എൻ്റെ കർത്താവ് ആലോചന പറയുന്നു. നിന്റെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെ നീ മറക്കും. ഇന്നുവരെ നിനക്കുണ്ടായിരുന്ന ശൂന്യതകൾ ഇനി നിനക്കുണ്ടാകത്തില്ല. കഴിഞ്ഞ രാത്രി വരെ നീ ഏങ്ങലടിച്ച് കരഞ്ഞ വിഷയത്തെ ഓർത്ത് ഇനി നിന്റെ കണ്ണ് നിറയത്തില്ല. ഇന്നലെ വരെ നിന്റെ ചെവികളിൽ എത്താത്ത സന്തോഷ വാർത്ത ഇന്നെത്തും. ഒരിക്കലെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഫോൺ കോൾ ഇന്ന് നിനക്ക് വേണ്ടി റിങ് ചെയ്യപ്പെടും. ദൈവപ്രവൃത്തിയുടെ സന്തോഷ ലേനകരമായ അന്തരീക്ഷങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കപ്പെടാൻ പോവുകയാണ്. ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫുമായി മിക്സ് ചെയ്യപ്പെടുന്ന ദിവസം. ഇനി നിങ്ങളെ പഴയ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യം 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 തന്നെയാണ്. എവിടെയൊക്കെയോ ചില വിടുതലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമേറിയ ചില ദൈവിക വിടുതലുകൾ പല മണ്ഡലങ്ങളിലായി നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നു. ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിന്റെ ജോലി സ്ഥലത്തും നിന്റെ തലമുറയായിരിക്കുന്നിടത്തും നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ ആനന്ദം ഉറപ്പിക്കപ്പെടേണ്ട ഇടങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നടക്കുകയാണ്. ഞാനൊന്നുകൂടെ പറയട്ടെ, നീ കൊടുത്തു തീർക്കാനുള്ള ചില കടങ്ങൾ ദൈവം നിനക്ക് വേണ്ടി പരിഹരിക്കാനുള്ള അത്ഭുത വഴി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിളിച്ചു പറയുന്നു. അതിന് ആമേൻ പറയാമോ? ഇന്ന് പകൽ നിന്റെ ബാധ്യതകൾ ചിലത് അവസാനിക്കുകയാണ്. നിന്നെ ശല്യപ്പെടുത്തുകയും അസഹ്യപ്പെടുത്തുകയും ചെയ്ത ചില സങ്കടകരമായ ഇവന്റുകൾ ഇന്നത്തോടുകൂടെ തീരുകയാണ്. ദൈവം സ്ഥിതിഗതികളെ മാറ്റുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിയെ ധരിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതം ഇന്ന് വരെ ഒരു മരുഭൂമിയായിരുന്നു. ഞാൻ നടന്നതൊക്കെയും വരൾച്ചയിലൂടെ ആയിരുന്നു. എന്നാൽ ഇന്ന് ആ മരുഭൂമിയുടെ പുൽപ്പുറങ്ങൾ പുഷ്ടിയെ പ്രാപിപ്പാൻ പോവുകയാണ്. ഞാനൊരു ദൈവിക രഹസ്യം പറയാം. കർത്താവായ യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ വരണ്ട നിലത്തു നിന്ന് വേറെ മുളയ്ക്കുന്നത് പോലെ വളർന്നെന്ന്. എന്തിനാണ് യേശു വരണ്ട നിലത്ത് വളർന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ സമൃദ്ധിയിൽ വളരുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ വരൾച്ചകളെ ഏറ്റെടുത്തെങ്കിൽ, തൻ്റെ സമൃദ്ധി എനിക്ക് നൽകിയെങ്കിൽ, ഇനി നിങ്ങളുടെ പേര് മരുഭൂമി എന്നല്ല, നിങ്ങളുടെ പേര് ഇനി മനോഹരമായൊരു പൂന്തോട്ടമെന്നാണ്. വീട്ടുപേരുകൾ മാറും, നിങ്ങളുടെ ഹൗസ് നമ്പറുകൾ മാറും, നിങ്ങളുടെ അഡ്രസ്സുകൾ മാറും. നിങ്ങളുടെ ആധാർ കാർഡിൽ, ഡ്രൈവിംഗ് ലൈസൻസിൽ, പാസ്പോർട്ടിലുള്ള നിങ്ങളുടെ അഡ്രസ്സുകൾ ചേഞ്ച് ആകും. നിങ്ങളെ ദൈവം പുതിയ ചില ഇടങ്ങളിലേക്ക് വിശാലമായി മാറ്റി നടും. ഇനിയുള്ള സമയങ്ങൾ പുഷ്ടി പൊഴിക്കുന്ന പാതകളിലൂടെ നമുക്ക് പോകാനുള്ള കാലഘട്ടമാണ്. നാം അലഞ്ഞു നടന്ന മരണത്തിൻ്റെ വഴികളിൽ നിന്നും നാം ഇന്ന് യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കുകയാണ്. മാറാ രോഗങ്ങളാലും നിത്യദണ്ഡനങ്ങളാലും കഴിഞ്ഞുകൂടിയ ചിലരുടെ ശരീരത്തിൽ ഇനി ആ മരുന്ന് കഴിക്കണ്ട എന്നുള്ളത് ഇന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ നിങ്ങളെക്കുറിച്ച് പറയാൻ പോകുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു രോഗം നിങ്ങൾക്കില്ല എന്ന് മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്യുന്ന ഒരു സന്തോഷത്തിൻ്റെ വാർത്ത കേൾക്കുന്ന ദിവസമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായി അനുവദിക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതി കാത്തിരുന്നിട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നു. ചില സാമ്പത്തികമായ മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെയും അനുവദിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നടുവിൽ നിങ്ങൾ ഇന്ന് ശോഭിക്കും.
നിങ്ങളുടെ ഒപ്പമുള്ള, നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നടുവിൽ ദൈവം നിന്നെ ഇന്ന് പകൽ നിർത്തും. അത് ഒരു മഹത്വത്തിൻ്റെ പദ്ധതിയുമായിട്ടാണ്. നിന്നിൽ വരുന്ന മാറ്റം, നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രചോദനം, നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ പോകുന്ന ആശ്വാസം, അവർ നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ കണ്ടെത്താൻ പോകുന്ന ആ ചൈതന്യം അവരെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് എന്ന് അവർ പറയും. വെറും ഒരു കരക്കട്ടയായിരുന്നു ഇന്നലെ വരെ, പക്ഷെ ഇന്ന് ആ മനുഷ്യൻ തീ കനലാണ് കേട്ടോ എന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്ന നിലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭവനത്തിൻ്റെ അടിത്തറ പുതുക്കിപ്പണിയുവാൻ, വീട് പുതുക്കിപ്പണിയതിൻ്റെ ഭാഗമായി കല്ലുകൾ ഇളക്കുകയാണ്. ആ കല്ലുകൾ ഇളക്കുന്ന മാത്രയിൽ ആ കല്ലുകളുടെ ഇടയിൽ നല്ലൊരു ചെറുതേനീച്ച കൂട് അദ്ദേഹത്തിന് ലഭിച്ചു. തേനും ലഭിച്ചു. ആ തേൻ ലഭിച്ചപ്പോൾ എന്നെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, തേൻ ലഭിച്ചിട്ടുണ്ട്. വെറും കൽക്കൂട്ടങ്ങളായിരുന്നു. പക്ഷെ ആ കൽക്കൂട്ടങ്ങൾക്കിടയിൽ മധുരമൂറുന്ന തേൻകനി ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇന്നത്തെ ഈ ദൂത് നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ പറയട്ടെ, വെറും കല്ല് കൂട്ടിയിരിക്കുന്ന ഇടമെന്നുള്ള നിലയിൽ ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ പുറംപോക്കിൽ എന്നതുപോലെ മാറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കാം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ളത്. എന്നാൽ രുചിയോടുകൂടെ വടിച്ച് കൈ നക്കിയെടുക്കുന്ന നിലയിൽ, ആ കൈ താഴെ വെക്കാത്ത നിലയിൽ, അവരതിനെ നാവോട് ചേർത്ത് വെച്ച് അതിനെ മധുനുകരുന്ന നിലയിൽ നിന്റെ ജീവിതത്തെ ദൈവം മധുരിതമാക്കി തീർക്കുന്ന, നിങ്ങളെ തേടിയെത്തുന്ന നിലയിൽ, ജീസസ്, അവഗണിക്കപ്പെട്ട ഇടത്തുനിന്ന് നിങ്ങളെ തേടിയെത്തുന്ന നിലയിൽ ദൈവം നിന്റെ ജീവിതത്തെ പുഷ്ടിയാൽ അനുഗ്രഹിച്ച് നിറയ്ക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ, അതേ പാസ്റ്ററെ, എൻ്റെ ലൈഫിൽ അത് സംഭവിക്കുമെന്ന് എത്ര പേർക്ക് തിരിച്ചു പറയാൻ പറ്റും? ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു. ഇത് വല്ലാതെ മുറിവേറ്റ ചില മനുഷ്യരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്ദകളെ മാറ്റുന്ന ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ആദ്യ ദിനമാണെന്ന്. ചില നന്മകൾ കരങ്ങളിൽ വരികയാണ് കേട്ടോ. നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് മാറുകയാണ് കേട്ടോ. ഇനി പഴയ നിലവാരങ്ങളിലല്ല, പുതുമ 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 നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. വരൾച്ചകളുടെ നടുവിൽ വേനൽ മഴ പെയ്ത സന്തോഷം ഇന്നലെ ഞാനൊരു യാത്രയിൽ കണ്ടു. ആ യാത്രയിൽ മനുഷ്യരൊക്കെയും ഇറങ്ങിയ മഴയിലൂടെ നടക്കുന്ന ഒരു കാഴ്ച പത്തനംതിട്ട ജില്ലയിൽ ഒരു കോണിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ കണ്ടു. ആ മഴയത്ത് കുറച്ച് മനുഷ്യർ നൃത്തം ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടു. അങ്ങനെയാണ് വേനലിൻ്റെ ആ കൊടിയ ചൂടിൻ്റെ നടുവിൽ പെയ്തിറങ്ങുന്ന മഴയുടെ സൗന്ദര്യവും സന്തോഷവും കുളിർമയും ഒരു ദേശത്തെ ഒന്നാകെ ആനന്ദിപ്പിക്കുന്നത് പോലെ, ഭൂമിയെ മഴ നനയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചൈതന്യം പോലെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ഒരു പെയ്ത്തിറക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നു, പെയ്യാൻ പോവുകയാണ് നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. 1-2 ദിവസമല്ല, 40 വർഷം ഇസ്രായേലിന് വേണ്ടി മന്ന പെയ്തതുപോലെ ദൈവത്തിൻ്റെ പുഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പെരുകാൻ പോവുകയാണ്. പുഷ്ടി പൊഴിക്കും. വേദപുസ്തകം എന്നെ പഠിപ്പിക്കുന്നു, പുഷ്ടിയാൽ നുകങ്ങൾ തകർന്നു പോകും. അതെ, ദൈവത്തിൻ്റെ പുഷ്ടി അവൻ അഭിഷേകമാണ്. ചിലരുടെ മേൽ സ്വർഗീയ അഭിഷേകം ഇന്ന് പകൽ പെയ്തിറങ്ങും. ചിലരുടെ മേൽ ഡിവൈൻ ബ്ലെസ്സിങ്ങുകൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് അയക്കുന്നു. വേറെ ചിലരുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഉപവാസങ്ങളുടെയും പ്രാർത്ഥനകളുടെ മറുപടികൾ ഇന്ന് പെയ്തിറങ്ങുന്നു. മറ്റു ചിലർ ഭൗതികമായി, സാമ്പത്തികമായി, ധനപരമായി വളരെ 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 അനുഗ്രഹിക്കപ്പെടുന്നു. ചില കുടുംബങ്ങളിൽ സന്തോഷം അലതല്ലുകയാണ്. താങ്ക് യു ജീസസ്. സന്തോഷം നിറഞ്ഞതായി ഈ ഒരു പകലിൽ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ഒരു സന്തോഷ വാർത്ത കൂടെ ഞാൻ പറയട്ടെ. വളരെ അവിചാരിതമായി മാത്രം നമ്മുടെ ശുശ്രൂഷ സമയങ്ങളിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നൊരു ദൂത്. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുവാവകളുടെ ജനനം ഇന്നത്തെ ഈ ദിവസം നടക്കുമ്പോൾ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം ആ നിലയിലുള്ള വലിയ സന്തോഷം ഇന്ന് എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളിൽ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന തലമുറകളുടെ സന്തോഷകരമായ ഈ മനോഹര ജന്മദിനത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പുതുപുത്തൻ സമ്മാനങ്ങളുമായി പരിശുദ്ധാത്മാവ് വരുന്നു കേട്ടോ. അതിനെ മേടിക്കാൻ തയ്യാറായിക്കോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡാണ്. അപ്പാ യാഹ്വേ, നന്ദി 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 നന്ദി. എൻ്റെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പകലിൽ അങ്ങയുടെ മക്കളെ പുലരിയിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തോടെ ഇവരുടെ ജീവിതം മാറിയെന്ന സന്തോഷം
നിന്റെ പാതകൾ ഇന്നു മുതൽ പുഷ്ടി പൊഴിക്കാൻ പോകുകയാണ് എന്ന്, നീ ഇനി നടക്കാനും ജീവിക്കാനും പോകുന്നത് ഒരു സമൃദ്ധിയുടെ പുത്തൻ അധ്യായത്തിലാണ് എന്ന് അങ്ങനോട് പറഞ്ഞ വാക്കിനെ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തോടുകൂടെ നിന്റെ മക്കളുടെ പലരുടെയും ജീവിതത്തിലെ ആകുലതകളെയും കണ്ണുനീരുകളെയും യേശുവപ്പച്ചൻ തുടച്ചതിനായിട്ട് സ്തോത്രം. വലിയ സമാധാനം, ഒത്തിരി പ്രതീക്ഷ, ഒരുപാട് സ്വപ്ന സാക്ഷാത്കാരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് IMA ഹാളിൽ നടക്കുന്നു. വരാൻ മറക്കരുത്. ഈ ദുഃഖ വെള്ളിയാഴ്ച വരാൻ പോകുന്ന ഗുഡ് ഫ്രൈഡേ ഒരുപാട് പേർ സ്നാനത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭയിലേക്ക് വരിക. അനേക ദൈവമക്കളുടെ കൂടെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ നിങ്ങൾക്കും ഒരു അവസരമുണ്ട്. ഈ ദിനങ്ങളെല്ലാം തന്നെ അനേകർ വന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. നിങ്ങൾക്ക് ഞാൻ സ്നാനം നൽകാം. കർത്താവായ യേശുവിനോട് ചേരാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന നിങ്ങൾ ധൈര്യമായിട്ട് പോന്നോളൂ. പിന്നെ നാളത്തെ ആത്മീക ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നാളെ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു. സന്തോഷമാണല്ലോ നിങ്ങൾക്കല്ലേ? ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ പ്രവചന ദൂതിൻ്റെ അധ്യായത്തിനുവേണ്ടി കാത്തിരിക്കണം. മറ്റുള്ളവർക്ക് ഇത് പങ്കുവെക്കണം. ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ പങ്കുവെക്കൽ ശുശ്രൂഷയിൽ നിങ്ങളും കൂട്ടാളികളാകുന്നല്ലോ. നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളതിന് നന്മകളെ കൊയ്യും. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പ്രിയപ്പെട്ടവരെ. ആമേൻ.